അമ്മയുടെ മുലപ്പാല് ഒരു കുഞ്ഞിന് കൊടുക്കുന്ന വെറും ഒരു ഫുഡ് മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മരുന്ന് കൂടെയാണ്. അതെ, ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട പോഷകങ്ങളെല്ലാം ആദ്യമായി ലഭിക്കുന്നത് അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ്. കൂടാതെ അമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക പ്രോട്ടീനുകൾ, അതായത് ആന്റിബോഡികൾ മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. ഇത് തുടക്കകാലത്ത് വരുന്ന രോഗങ്ങളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയകൾ, അതായത് പ്രോബയോട്ടിക്സും അമ്മയുടെ മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. ഇത് കുഞ്ഞിന്റെ ദഹനവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. കൂടാതെ അമ്മയുടെ മുലപ്പാല് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വലിയ രീതിയിൽ കൂട്ടുന്നുണ്ട്. അതായത് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതിരോധിക്കാനും കുഞ്ഞിന്റെ ശരീരത്തെ സജ്ജമാക്കുന്നു. ഇതിലൊക്കെ ഉപരി മുലപ്പാലിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് എല്ലാ കാലത്തും ഒരുപോലെയുള്ള മുലപ്പാലല്ല അമ്മയിൽ നിന്നും കുഞ്ഞിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് മുലപ്പാലിന്റെ ഘടനയിലും വ്യത്യാസമുണ്ട്. അതായത് ഒരു കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് ലഭിക്കേണ്ട പോഷകങ്ങളാണ് കൃത്യസമയത്ത് അമ്മയുടെ മുലപ്പാലിൽ നിന്നും കുഞ്ഞിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 2 വർഷമെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടണം എന്ന് പറയുന്നത്.